It's tail from let's fly, let's fly. Eight's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ അഡ്വഞ്ചർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഫൈനസ്റ്റ് ദ ഫസ്റ്റ് വാരിയർ എന്ന ഒരു കിടിലൻ റഷ്യൻ മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ റഷ്യയിലെ ഒരു വലിയ മലയടിവാരത്തിലായി ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ തന്നെ ഒരുപാട് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാള്, അവനാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫൈനസ്റ്റിന്റെ അസിസ്റ്റന്റ് ആണ് മാൽക്കം. ഇപ്പോ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവരുടെ ഗ്രാമത്തിനെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന ഒരു വലിയ പന്നിയെ പിടിക്കാനായിട്ട് ഇപ്പൊ ആ ഒരു കാട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് പോയിട്ട് കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ മാൽക്കം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബൈനോക്കുലർ പുറത്തെടുത്തിട്ട് ഫൈനസ്റ്റിനോട് പറയാണ്, ഇത് നമ്മുടെ നാട്ടിൽ വന്ന ചില ടൂറിസ്റ്റുകളുടെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു ബൈനോക്കുലർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് കാണാനായിട്ട് പറ്റും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ആ ഒരു ബൈനോക്കുലറിലൂടെ അവനിങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ മാൽക്കം വിളിച്ചു പറയാണ്, ആശാനെ ചക നമ്മൾ അന്വേഷിച്ച് വന്നിട്ടില്ല ആ ഒരു പന്നീനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ മൂക്കൊക്കെ നോക്ക്, എന്നാ ഒരു വലുപ്പാ. മൂക്ക് മാത്രല്ല, തേറ്റയും എല്ലാം തന്നെ നല്ല വലുപ്പമുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറയാണ്, എടാ മരമണ്ട, നീ ആ സാധനം എടുത്ത് മാറ്റി നോക്ക്, നിന്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് ആ ഒരു പന്നി കിടക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് മാൽക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈനോക്കുലർ എടുത്ത് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് നോക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ അവന്റെ കിളി പാറി പോകുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു പന്നിയായിരുന്നു അത്. 10-30 ആനകള് ഒരുമിച്ച് ചേർന്ന എത്രയുണ്ടാവും, അത്രയും വലുപ്പമുള്ള ഒരു രാക്ഷസ പന്നി തന്നെയായിരുന്നു അത്. ഇപ്പൊ ഈ ഒരു പന്നീനെ ആക്രമിക്കാനായിട്ട് യോദ്ധാവായിട്ടുള്ള നമ്മുടെ ഫൈനസ്റ്റ് പോവാണ്. നമ്മുടെ ഫൈനസ്റ്റിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് ആ നാട്ടിലെ തന്നെ ഒരുപാട് വലിയ യോദ്ധാവാണ് എന്നുള്ള ആ ഒരു കാര്യം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരോട് കാണിക്കാറുണ്ട്. ഇപ്പൊ ആ ഒരു അഹങ്കാരത്തോടെ തന്നെ ഈ ഒരു പന്നീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫൈനസ്റ്റ് പോവാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ഈ ഒരു പന്നിയുടെ രോമത്തിൽ പോലും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു പന്നീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിപ്പോയിട്ട് അതിന്റെ ദേഹത്തേക്ക് ഇടിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പന്നിയുടെ മേത്തേക്ക് പോയി ഇടിച്ചിട്ട് അതേപോലെ തന്നെ ബൗൺസ് ചെയ്തിട്ട് ആശാൻ നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളൊക്കെ വെച്ചിട്ട് ഈ പന്നിയുടെ ദേഹത്തേക്ക് കുത്തി ഇറക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഈ ഒരു പന്നിക്ക് ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ഫൈനസ്റ്റ് ഇപ്പൊ പോയിട്ട് ഒരു വലിയ മരക്കഷ്ണം എടുത്തിട്ട് ഈ ഒരു പന്നിയുടെ മുകളിൽ കയറിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് തന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അടിയൊന്നും കൊണ്ടിട്ട് പന്നിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അത് അവിടെ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മാൽക്കത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പന്നിനെ കീഴ്പ്പെടുത്താനായിട്ട് ഫൈനസ്റ്റ് കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് നല്ല രീതിക്ക് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാൽക്കപ്പ് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ഈ പന്നിയുടെ മൂക്കിന്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ മാറി അതിങ്ങനെ ഉള്ളിലേക്ക് നീണ്ടു കിടക്കുകയാണ്. അത്രയും വലുപ്പമുണ്ടായിരുന്നു മൂക്കിന്റെ ആ ഒരു ദ്വാരത്തിന്. ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം, അതില് ഇവര് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാഗ് കൊളുത്തിയിട്ട് ഈ ഒരു മൂക്കിന്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ഈ ബാഗ് മൂക്കിന്റെ ഉള്ളിലേക്ക് ഇട്ട അതേ സമയത്ത് തന്നെ പന്നി ഇപ്പോ അതിശക്തമായിട്ട് തുമ്പാണ്. പന്നി ഇങ്ങനെ തുമ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിന്റെ മൂക്കിൽ നിന്നും ഒരുപാട് ലിക്വിഡൊക്കെ തെറിച്ചിട്ട് നമ്മുടെ മാൽക്കത്തിന്റെ മേലെ ആവുന്നുണ്ട്. അവനിങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പന്നി ഇപ്പൊ കണ്ണു ഉറക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ മാൽക്കത്തിന്റെ കിളി ഇങ്ങനെ പാറുന്നുണ്ട്. അവനിപ്പോ ചത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പന്നിയെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ്. പന്നി ഇപ്പൊ അവിടെ നിന്ന് എണീറ്റിട്ട് മാൽക്കത്തിന്റെ നേരെ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് മാൽക്കത്തിന്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ലായിരുന്നു. അവനിപ്പോ ആ ഒരു പന്നീനെ തന്നെ നോക്കിയിട്ട് പേടിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പന്നി ഇപ്പോ അവനൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം പന്നിക്ക് വലിയ 2 ചിറകുകൾ ഉണ്ടായിരുന്നു. ആ 2 ചിറകുകള് ആകാശത്തേക്ക് വീശി വിരിച്ചിട്ട് ഇപ്പൊ അവിടുന്ന് മെല്ലെ പറന്ന് മേലേക്ക് ഇങ്ങനെ പൊങ്ങി പോവാണ്. നമ്മുടെ ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പന്നിയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. മാൽക്കം അവന്റെ കയ്യിലുണ്ടായിരുന്ന നല്ല നീളമുള്ള ഒരു കയറ് ഫൈനസ്റ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനസ്റ്റ് ഇപ്പോ ആ ഒരു കയറ് പിടിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും പന്നി ഫൈനസ്റ്റിനെ കൊണ്ടിട്ട് ഒരുപാട് ഉയരത്തിലേക്ക് പറന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കയറ് പന്നിയുടെ ഒരു ചിറകിലേക്ക് കെട്ടുകയാണ്. സൈഡിൽ കൂടെ ഊർന്നിറങ്ങിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് ചാടി കയറുന്നുണ്ട്. ഇപ്പൊ പന്നിയുടെ കഴുത്തിലേക്ക് തന്നെ ഈ ഒരു കയറ് ചുറ്റി കെട്ടുന്നുണ്ട്. അതിന്റെ മറ്റേ തല അടുത്ത ചിറകിലേക്കും കെട്ടുകയാണ്. ഈ 2 ചിറകിലും കെട്ടിയിട്ടുള്ള കയറുകള് ഫൈനസ്റ്റിന്റെ കയ്യിലാണുള്ളത്. ഈ കയറുകൾ ഉപയോഗിച്ചിട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പന്നീന്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനസ്റ്റ് ഈ ഒരു പന്നീനെ പറത്തിയിട്ട് ഇവരുടെ ഗ്രാമത്തിന്റെ തൊട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന കയറുകൾ വലിച്ചിട്ട് പന്നിയുടെ ചിറകുകൾ രണ്ടും മടക്കുന്നുണ്ട്. ഇത്രയും ഉയരത്തുനിന്ന് ആ ഒരു 2 ചിറകുകൾ മടക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു പന്നി അതിവേഗം താഴേക്ക് വന്ന് വീഴാണ്. താഴെ വന്ന് ഇടിച്ചിട്ടുള്ള ആ ഒരു ആഘാതത്തില് പന്നി അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇവന്റെ ഈ ഒരു ധീരസാഹസിക പ്രവൃത്തികളൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു ഗ്രാമവാസികള് നമ്മുടെ ഫൈനസ്റ്റിനെ നല്ല രീതിയിൽ തന്നെ പുകഴ്ത്തുന്നുണ്ട്. ഫൈനസ്റ്റ് ഇപ്പൊ വിളിച്ചു പറയാണ്, ഇനി ഒരുപാട് കാലത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള പന്നി ഇറച്ചിയാണ് ഞാൻ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ അറുത്ത് മുറിച്ചെടുത്തുകൊണ്ടിട്ട് വേവിച്ച് ചുട്ട് കഴിക്കും മക്കളെ. ഇന്ന് ഈ ഒരു
ഒരു ഗ്രാമത്തിന് മുഴുവനും എന്റെ വക നല്ല അടിപൊളി പന്നിയിറച്ചി ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പൊ എല്ലാവരും ഫൈനസ്റ്റിനെ നോക്കിയിട്ട് കൈകൊട്ടി ഇങ്ങനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ ഫൈനസ്റ്റ് ഈ ഒരു ഗ്രാമത്തിലെ ആബാലവൃദ്ധ ജനങ്ങളുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗം കാണിക്കുകയാണ്. അവിടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലേഡി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ ലേഡിയുടെ കൈ മാറിയിട്ട് വളരെ വയസ്സായിട്ടുള്ള ആളുകളുടെ കൈയൊക്കെ മാതിരി ആവാണ്. ലേഡി ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക ആപ്പിൾ എടുത്ത് കഴിക്കുകയാണ്. ഈ ആപ്പിൾ കഴിച്ച അതേ സെക്കൻഡിൽ തന്നെ വീണ്ടും ആ കൈ വളരെ യങ് ആയിട്ടുള്ള ഒരു കൈയായി മാറുകയാണ്. ഈ ഒരു ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മൾ ഒരുപാട് റഷ്യൻ മൂവീസിലൊക്കെ കാണാറുള്ള ബാബ യാഗ എന്ന ക്യാരക്ടറാണ്. ഇതൊരു കിടുക്കാച്ചി ക്യാരക്ടറാണ്. സിനിമകളിൽ മാത്രമല്ല, വളരെ പണ്ട് കാലം മുതലേ തന്നെ റഷ്യൻ നാടോടി കഥകളിലൊക്കെ കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു വിച്ചാണ് ബാബ യാഗ. ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ റഷ്യയിലുണ്ടായിരുന്ന പണ്ടത്തെ കുട്ടികളൊക്കെ പേടിച്ച് വിറയ്ക്കുന്നതാണ് പറയുന്നത്. ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ തന്നെ ആവശ്യമാണ്. നിങ്ങൾക്ക് ബാബ യാഗ എന്ന ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അപ്പോ കഥയിലേക്ക് തന്നെ പോവാം. ഈ ഒരു കഥ നടക്കുന്ന സമയത്ത് നമ്മുടെ ബാബ യാഗയ്ക്ക് 300 വയസ്സ് വരെ പ്രായമുണ്ട്. ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാന്ത്രിക ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ഈ മാന്ത്രിക മരത്തിൽ ഉണ്ടാവുന്ന ആപ്പിളുകൾ കഴിക്കുന്നത് കൊണ്ടാണ് ബാബ യാഗയ്ക്ക് തീരെ വയസ്സാവാത്തത്. ബാബ യാഗ ഇപ്പൊ നമ്മുടെ ഫൈനസ്റ്റിനെ കാണാനായിട്ട് വന്നേക്കാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ ഈ ഒരു നാട്ടിലൂടെ ഒഴുകുന്ന വലിയൊരു നദിയുണ്ട്, അതിന് കുറുകയായിട്ട് വളരെ വലിയൊരു കല്ല് വന്നിട്ട് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളിലേക്കും കൃത്യമായിട്ട് വെള്ളമൊന്നും എത്തുന്നില്ല. അതുമാത്രമല്ല, എന്റെ മാന്ത്രിക ആപ്പിൾ മരം നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കും വെള്ളമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടത്തിലാണ്. അപ്പോ നീ ഒന്ന് വന്നിട്ട് ആ ഒരു കല്ലൊന്ന് മാറ്റി തരണം എന്നൊക്കെ ഇങ്ങനെ ഫൈനസ്റ്റിനോട് പറയുന്നുണ്ട്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ പുച്ഛിച്ചിട്ട് നമ്മുടെ ബാബായാഗിനെ നോക്കിയിട്ട് ഒരു ചിരി ചിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പറയാണ്, നീ എന്താ വിചാരിച്ചിട്ടുള്ളത്, കല്ല് മാറ്റാനോ അങ്ങനത്തെ ജോലിക്കൊക്കെയാണോ എന്നെ വിളിക്കുന്നത്? ഞാൻ അതിപ്രശസ്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ്. കല്ല് മാറ്റണം പോലും, കല്ല്. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാൽക്കം ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്നെ പറ്റിയിട്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മാൽക്കാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ ഫൈനസ്റ്റ് പണ്ട് ചെയ്തിട്ടുള്ള പല സാഹസികമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ പൊക്കി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഗ്രാമത്തിനെ ആക്രമിക്കാനായിട്ട് വളരെ വലിയൊരു പാറമനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാറമനുഷ്യനെ ഒറ്റയ്ക്ക് നിന്നിട്ട് നമ്മുടെ ഫൈനസ്റ്റ് ഇടിച്ച് പരിപ്പാക്കിയിട്ടുണ്ട്. മറ്റൊരിക്കല് വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരു സീ മോൺസ്റ്റർ തന്നെ വന്നു. ഈ സീ മോൺസ്റ്ററിന്റെ വാലിൽ പിടിച്ചിട്ട് ലെഫ്റ്റും റൈറ്റും അടിച്ചിട്ട് പമ്പരം കറക്കി നിലത്തടിച്ചിട്ടാണ് എന്റെ ആശാൻ കൊന്നത്. മറ്റൊരിക്കല് 6 കൈയും 6 തലയുമുള്ള വലിയൊരു രാക്ഷസൻ വന്നു. ആ രാക്ഷസനെയും ഒറ്റയ്ക്കാണ് എന്റെ ആശാൻ നേരിട്ടത്. അതേപോലെ തന്നെ പല മന്ത്രവാദികളും എന്റെ ആശാനെ നേരിടാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിച്ചു പിടിച്ചത് ആരാണ്? നമ്മുടെ ഫൈനസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യോദ്ധാവാണ് എന്നിങ്ങനെ നമ്മുടെ മാൽക്കം പൊക്കി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഫൈനസ്റ്റ് പറയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എന്നോടാണ് നിങ്ങൾ ഒരു പാറ പൊട്ടിക്കാനായിട്ട് പറഞ്ഞത്? അത് വല്ല കല്ലുപണിക്കാരോടും പറഞ്ഞാൽ പോരെ? അതല്ലാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് എന്നെങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ബാബ പറയാണ്, അത് ശരിയാണ്, നിനക്കല്ലെങ്കിലും പന്നീനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കറി വെച്ച് നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കാനേ കൊള്ളുള്ളൂ. അതല്ലാതെ ഇതുപോലുള്ള വലിയ ടാസ്കുകളൊന്നും നിനക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാബായാക ഇപ്പൊ അവിടുന്ന് നടന്നു പോവാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ വീട്ടിലോട്ട് പോവാണ്. അവന്റെ ആയുധം ഇപ്പൊ ചുമരിലേക്ക് തൂക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവന്റെ വീട്ടിൽ തന്നെ അവൻ ചെയ്തിട്ടുള്ള ആ ഒരു വീരസാഹസിക കാര്യങ്ങളൊക്കെ ചുമരില് ഇങ്ങനെ ചിത്രമായിട്ട് ഒരാളെ കൊണ്ട് വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അയാളോട് അങ്ങനെ വരയ്ക്ക് ഇങ്ങനെ വരയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനസ്റ്റിന് ഈ ഒരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. ഇവൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ പെയിന്റിംഗ് അടിച്ചിട്ട് നാട്ടിൽ മുഴുവൻ ഒട്ടിച്ചു വെക്കുക, അതുപോലെ തന്നെ ഇവന്റെ രൂപത്തിലുള്ള മിഠായികൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് വലിയ പൈസക്ക് വിൽക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആശാൻ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാൽക്കം, എന്റെ സാലറി തീരെ കുറവാണ്, അത് കുറച്ച് കൂട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഫൈനസ്റ്റിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവനെ തൂക്കി എടുത്തിട്ട് മേലേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ്. നിനക്ക് ഇനി സാലറി കൂട്ടിത്തരണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ അടുത്ത് നല്ല രീതിയിൽ ചൂടായിട്ട് അവന്റെ അടുത്ത് താഴേക്ക് ഇടുകയാണ്. ഈ ഒരു സമയത്ത് ഇവരുടെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു കുന്നിന്റെ മുകളിൽ ഒരു ക്യാസിലുണ്ടെന്നും അവിടെ ഒരുപാട് സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരു മോൺസ്റ്റർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഈ ഒരു പെണ്ണിനെ രക്ഷിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മോൺസ്റ്റർ അവരെയൊക്കെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഇത്ര കാലമായിട്ടും ആ ഒരു പെൺകുട്ടീനെ രക്ഷിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊരു കരക്കമ്പി നമ്മുടെ ഫൈനസ്റ്റ് കേൾക്കാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ തന്നെ ആ ഒരു മോൺസ്റ്ററിനെ കൊന്നിട്ട് ആ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ രക്ഷിച്ചു കൊണ്ടിരുന്ന് നാട്ടുകാരടക്കം വീമ്പിളക്കിയിട്ട് നമ്മുടെ ഫൈനസ്റ്റ് മാൽക്കത്തിനെയും കൂട്ടിയിട്ട് ഈ ഒരു ക്യാസിലിന്റെ ഭാഗത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ക്യാസിലിരിക്കുന്ന കുന്നിന്റെ അടിഭാഗത്തായിട്ട് ആ നാട്ടിലെ തന്നെ ഒരുപാട് യോദ്ധാക്കള് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവര് വന്നിട്ടുള്ളതും ഈ ഒരു മോൺസ്റ്ററിനോട് യുദ്ധം ചെയ്തിട്ട് ഈ ഒരു പെണ്ണിനെ രക്ഷിച്ചിട്ട് പേരെടുക്കാനായിട്ടാണ്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്.
എന്നിട്ട് അവരോട് എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവരിപ്പോ പറയാണ് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ആ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ഭയങ്കര പവർഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരിക്കലും അടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. നാളെ രാവിലെ നേരം വെളുക്കുന്ന ആ ഒരു സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മോൺസ്റ്ററിന്റെ ശക്തി ചിലപ്പോൾ കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്ത് പറയാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ കൂടെ അവിടെ ക്യാമ്പ് ചെയ്യാണ്. ഇതിന്റെ ഇടയിൽ മാൽക്കത്തിനെ ഫൈനസ്റ്റ് വിളിച്ചിട്ട് പറയാണ് അങ്ങനെ എല്ലാവരും കൂടി കൂട്ടമായിട്ട് പോയിട്ട് അവളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരും എന്നെ റെസ്പെക്ട് ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില് കുറച്ച് മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുക. അവർ നന്നായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആ ഒരു ഗ്യാപ്പില് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് തന്നെ അവളെ രക്ഷിച്ചോളാം. അതാണ് എന്റെ ഒരു രീതിയും എന്റെ ഒരു സ്റ്റൈലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മാൽക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന യോദ്ധാക്കൾക്ക് ഭക്ഷണത്തില് മയക്കുമരുന്ന് കലർത്തി കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു മയക്കുമരുന്ന് അടിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു മലയുടെ മുകളിലുള്ള ക്യാസിലേക്ക് പോവാണ്. അവനിപ്പോ നടന്നിട്ട് ആ ഒരു ക്യാസിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മെല്ലെ ആ ഒരു ക്യാസിലിന്റെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. അവന്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഇപ്പൊ പുറത്തെടുത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം മുഴുവനായിട്ട് അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇവൻ പറഞ്ഞു കേട്ടിട്ടുള്ള അതേപോലെ തന്നെ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് ഈ ഒരു ക്യാസിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവളെ കണ്ടപ്പോ തന്നെ ഫൈനസ്റ്റ് പറയാണ് നീ എന്റെ കൂടെ ധൈര്യമായിട്ട് വന്നോ, ഒരു മോൺസ്റ്ററിനും നമ്മളെ തടയാനാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആ ഒരു പെണ്ണ് പറയാണ് നിങ്ങൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട, അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഫൈനസ്റ്റ് പറയാണ് ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചിട്ടുള്ളത്, ഞാൻ ഈ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും വലിയ യോദ്ധാവാണ്. എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കാനായിട്ട് ഒരു മോൺസ്റ്ററിനും കഴിയില്ല. ധൈര്യമായിട്ട് നീ എന്റെ കൂടെ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ ഒരു ലേഡി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് ഈ ഒരു ക്യാസിലിന്റെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവളെ കാത്തിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു പാമ്പ് അവന്റെ പുറകിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് ഈ ഒരു അറ്റാക്കിൽ നിന്നും നമ്മുടെ ഫൈനസ്റ്റിനെ ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനസ്റ്റ് അവന്റെ ആയുധങ്ങൾ വെച്ചിട്ട് ഈ ഒരു പാമ്പുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനടിക്കുന്ന ഓരോ ഇടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഈ ഒരു പാമ്പ് ബാക്കോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാമ്പിനെ ഓടിച്ചുകൊണ്ട് നമ്മുടെ ഫൈനസ്റ്റും അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോ ഈ ഒരു പാമ്പ് ഒരു തോണിന്റെ പിന്നിലേക്ക് വലിയുന്നുണ്ട്. നോക്കുന്ന സമയത്ത് സിംഹത്തിന്റെ രൂപത്തിലുള്ള അതിഭയങ്കരനായിട്ടുള്ള ഒരു മോൺസ്റ്റർ ഈ ഒരു തൂണിന്റെ പുറകിൽ നിന്ന് വരികയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മോൺസ്റ്റർ ആയിട്ടുള്ള സിംഹത്തിന്റെ ആ ഒരു വാല് മാത്രമാണ് പാമ്പായിട്ട് ഫൈനസ്റ്റിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഫൈനസ്റ്റിന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് അതിന്റെ വാൽഭാഗത്തുള്ള ആ ഒരു പാമ്പും അതുപോലെ തന്നെ തലഭാഗത്തുള്ള ആ ഒരു സിംഹവും കൂടിയിട്ട് നമ്മുടെ ഫൈനസ്റ്റുമായിട്ട് നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവനെ എടുത്ത് എറിയുന്നൊക്കെയുണ്ട്. എന്നാലും ഒരു വിധത്തിൽ നമ്മുടെ ഫൈനസ്റ്റ് ഈ ഒരു മോൺസ്റ്ററുമായിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ നടത്തുകയാണ്. ഒരുപാട് നേരത്തെ ആ ഒരു യുദ്ധത്തിന് ശേഷം ആ മോൺസ്റ്ററിനെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫൈനസ്റ്റ് കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ വാല് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോൺസ്റ്ററിനെ അവിടെ കെട്ടിപ്പൂട്ടിയിടുകയാണ്. ഈ ഒരു സമയത്ത് മോൺസ്റ്ററിന്റെ വാലായിട്ടുണ്ടായിരുന്ന ആ ഒരു പാമ്പിന്റെ വായ്ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പാമ്പ് അതിന്റെ വിഷം ഫൈനസ്റ്റിന്റെ മുഖത്തേക്ക് തന്നെ ചീറ്റുന്നുണ്ട്. അവന്റെ രണ്ട് കണ്ണിലും ഈ ഒരു വിഷം കൃത്യമായിട്ട് തന്നെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പടഞ്ഞിട്ട് നമ്മുടെ ഫൈനസ്റ്റ് അവന്റെ കണ്ണിങ്ങനെ തിരുമ്മുകയാണ്. പക്ഷേ കണ്ണ് തിരുമ്പി നോക്കുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലായത്. കുറച്ചായിട്ട് അവന്റെ കാഴ്ച ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സമയത്തിന് ശേഷം അവന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പാനിക് ആയിട്ടുള്ള അവൻ നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന അവന്റെ ആയുധങ്ങൾ എടുത്തിട്ട് കണ്ണ് കാണാതെ അവിടെ തലങ്ങും വിലങ്ങും ഇങ്ങനെ വീശുന്നുണ്ട്. ഫൈനസ്റ്റ് അവന്റെ ആയുധം വീശിയ ആ ഒരു വീശലില് ഈ ഒരു കൊട്ടാരത്തിന്റെ എല്ലാ തൂണുകളും തന്നെ ചിതറി തെറിച്ച് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൊട്ടാരം മുഴുവനായിട്ട് ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. നമ്മുടെ മാൽക്കവും മറ്റുള്ള യോദ്ധാക്കളും ആണെങ്കിൽ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ ഓടിക്കതച്ചിട്ട് ഫൈനസ്റ്റിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാതെ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവന് ഒറ്റയ്ക്ക് എണീറ്റിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാൽക്കത്തിന് അവന്റെ ആശാന്റെ അവസ്ഥ കണ്ടിട്ട് എന്തോ പോലെ ആവുന്നുണ്ട്. മാൽക്ക ഇപ്പോ ഒരു വിധത്തില് അവനെ പിടിച്ചെണീപ്പിച്ചിട്ട് അവരുടെ ഗ്രാമത്തിലെത്തിക്കുകയാണ്. അവനാണ് ഈ ഒരു നാട്ടിലെ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ യോദ്ധാവ് എന്നുള്ള അഹങ്കാരമാണ് ഫൈനസ്റ്റിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇപ്പൊ നമ്മള് ബാബായാഗിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു മാന്ത്രിക ആപ്പിളൊക്കെ ഇപ്പൊ തീർന്നു പോയിട്ടുണ്ട്. ഇത് അവസാനത്തെ ആപ്പിളാണ്. അതുകൊണ്ട് തന്നെ വയസ്സാവാതിരിക്കാനുള്ള മരുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ട് ആപ്പിൾ വെച്ചിട്ട് എന്തൊക്കെയോ കുക്കിംഗ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മാൽക്കം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ബാബായാഗിനോട് പറയാണ് എന്റെ ആശാന്റെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ ബാബായാക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അവരിപ്പോ മാൽക്കത്തിനോട് പറയാണ് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അവന്റെ അടുത്ത് ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ അവനെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്? അഥവാ ഇനി ഞാൻ അവിടെ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവന് വലിയ നാണക്കേടായിരിക്കും. അതുകൊണ്ട് മെനക്കെടുത്ത് അത് ഇവിടുന്ന് പോകുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാൽക്കം പറയാണ് നിങ്ങൾ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ, അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് മാൽക്കം അവിടെ വന്ന് ഇരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ബാബായാഗിയാണെന്നുണ്ടെങ്കിൽ ഓ അങ്ങനെയാണോ, അതുവരെ നീ ഇവിടെ ഇരിക്കോ, എന്നാ ശരി അവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാൽക്കത്തിന്
നേരെ ബാബായാക്ക് ഒരു സ്പെല്ല് വിടുന്നുണ്ട്. ഈ ഒരു സ്പെല്ല് തട്ടി അതേ സമയത്ത് തന്നെ മാൽക്കത്തിന്റെ കാലിൽ കിടന്ന ബൂട്ടുകൾക്ക് ഇപ്പോ ചെറിയ ചെറിയ പല്ല് വന്നിട്ടുണ്ട്. ആ ഒരു പല്ല് വെച്ചിട്ട് ബൂട്ട് അവന്റെ കാലിലേക്ക് തന്നെ കടിക്കാണ്. ഇപ്പൊ വേദന സഹിക്കാൻ വയ്യാതെ മാൽക്കം അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവന്റെ ഓട്ടം കണ്ടിട്ട് ബാബ അവനെ തന്നെ നോക്കി ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ്. കണ്ണു നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ഹീറോയിന്റെ ലൈഫ് ആകെ മൊത്തം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇവൻ ആ നാട്ടിലെ വലിയ യോദ്ധാവായിരുന്ന സമയത്ത് ആരൊക്കെ അവനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഇപ്പൊ ഹീറോയിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വരെ അവന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ആൾക്കാർ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടുള്ള പഴങ്ങളൊക്കെ തപ്പി തെരഞ്ഞെടുത്തിട്ട് അവനിങ്ങനെ കഴിക്കുകയാണ്. ഈ ഒരു സമയത്ത് മാൽക്കം വരെ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അധികാരം നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല. ശമ്പളം ഇല്ലാതെ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത്? പുറം നാട്ടിൽ നിന്നും നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് ഒരു വലിയ കപ്പൽ വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോ ഞാൻ അവരുടെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് മാൽക്കം ഇപ്പോ നമ്മുടെ ഫൈനസ്റ്റിനെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് പോവാണ്. മാൽക്കം കൂടി അവന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ ഫൈനസ്റ്റിന്റെ അവസ്ഥ ഭയങ്കര മോശമായിട്ട് വരികയാണ്. ഒരു ദിവസം അവന്റെ കയ്യിലുള്ള ആ ഒരു ബാസ്ക്കറ്റുമായിട്ട് അതിലേതിലേക്ക് അലഞ്ഞു നടന്നെങ്കിലും അവന് കഴിക്കാനായിട്ട് ഒരു തരി ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. ആ ഒരു വിഷമത്തില് ഇവരുടെ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ഫൈനസ്റ്റ് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ബാബായാഗി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ബാബായാഗിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ, അവന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ബാബായാഗ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴങ്ങളും ഒരു ബ്രെഡൊക്കെ നമ്മുടെ ഹീറോയുടെ കൊട്ടയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു അമ്പ് വന്നിട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട്. ഫൈനസ്റ്റ് ഈ ഒരു അമ്പ് കയ്യിലെടുക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബാബ പറയാണ്, അത് കടൽ കൊള്ളക്കാരാണ്, അവര് നമ്മുടെ ഗ്രാമത്തിനെ ആക്രമിക്കാനായിട്ട് വന്നതാണ്. ഇത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ കുതിരപ്പുറത്ത് ഒരുപാട് കടൽ കൊള്ളക്കാര് ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊരുത്തൻ നമ്മുടെ ബാബായാഗിനെ തന്നെ തൂക്കി കുതിരപ്പുറത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഫൈനസ്റ്റിനെ ആക്രമിക്കാനായിട്ടും ഒരുത്തൻ വരുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് ഈ വന്നവന്റെ കാലിലേക്ക് തന്നെ കുത്തി കയറ്റി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഫൈനസ്റ്റിനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരും തന്നെ ഫൈനസ്റ്റ് അടിച്ചിടുന്നുണ്ട്. ഇവന് കണ്ണ് കാണില്ലെങ്കിലും ആൾക്കാർ വരുന്നതിന്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ഒരുമാതിരി പ്രാന്ത് പിടിച്ച പോലെ അവനിങ്ങനെ കിടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടൽ കൊള്ളക്കാരെ നമ്മുടെ ഫൈനസ്റ്റ് അടിച്ച് കൂട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് കൊള്ളക്കാർക്ക് ഇവന് കണ്ണ് കാണില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ആ അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഫൈനസ്റ്റിനെ അടിച്ച് ബോധം കെടുത്തി അവിടെ ഇടുകയാണ്. ഇപ്പോ കടലിൽ കൂടെ പോകുന്ന ഒരു കപ്പൽ കാണിക്കുകയാണ്. ഈ കപ്പലിന്റെ ഉള്ളിൽ നമ്മുടെ ബാബായാഗയും അതുപോലെ തന്നെ ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാബയുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫൈനസ്റ്റിനെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഫൈനസ്റ്റിന് ആ ഒരു അടി കൊണ്ടിട്ട് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അപ്പൊ ബാബായാഗയാണെന്നുണ്ടെങ്കിൽ കപ്പലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിന്ന് 2 തുള്ളി വെള്ളം എടുത്തിട്ട് ഇവരുടെ മാജിക് യൂസ് ചെയ്തിട്ട് അത് ഒരുപാട് വെള്ളമാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫൈനസ്റ്റിന്റെ മുഖത്തേക്ക് തന്നെ ആ വെള്ളം ആക്കുന്നുണ്ട്. വെള്ളം മുഖത്ത് വീണ അതേ സമയത്ത് തന്നെ നമ്മുടെ ഫൈനസ്റ്റ് ചാടി എണീക്കുകയാണ്. നമ്മളൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബാബായാഗ പറയാണ്, എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ കപ്പലിലാണുള്ളത്. ഈ ഒരു കപ്പലിൽ നമ്മൾ കയറിയിട്ട് 3 ദിവസമായി. ഈ 3 ദിവസവും നീ ഇവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഫൈനസ്റ്റിന് എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ഭാഗത്തേക്ക് മാൽക്കം വരികയാണ്. അതായത് ഒരു സീനില് നമ്മുടെ ഫൈനസ്റ്റിനോട് മാർക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാർക്കോ എന്നാണല്ലോ വരുന്നത്, മാൽക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇവരുടെ നാട്ടിലേക്ക് ഒരു കപ്പൽ വന്നിട്ടുണ്ടെന്നും ആ ഒരു കപ്പലിലേക്ക് ജോലിക്കാരെ എടുക്കുന്നുണ്ടെന്നും. അങ്ങനെയാണ് നമ്മുടെ മാൽക്കം ഈ ഒരു കപ്പലിൽ വന്ന് പെട്ടിട്ടുള്ളത്. അവനിപ്പോ ഈ ഒരു കപ്പലിലെ ജോലിക്കാരനാണ്. ഇവരെ കണ്ടിട്ട് മാൽക്കം അങ്ങോട്ടേക്ക് വന്നിട്ട് ബാബായായ്ക്കും നമ്മുടെ ഹീറോയ്ക്കും കഴിക്കാനായിട്ട് 2 വാഴപ്പഴം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എന്ത് പഴമെന്ന് എനിക്കറിയില്ല, പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലല്ലോ, ചുമ്മാ കഴിച്ചു നോക്കുന്നു പറയാണ്. വിശന്നിട്ട് പ്രാന്തളകിയിരുന്ന നമ്മുടെ ഫൈനസ്റ്റ് ആ ഒരു വാഴപ്പഴം അങ്ങനെ തന്നെ കടിച്ചു തിന്നാണ്. അവന് ഇതിന്റെ തൊലി പൊടിക്കണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്നാൽ നമ്മളെ ബാബായാഗയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2 പീസായിട്ട് മുറിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള പഴം മാത്രം എടുത്ത് കഴിക്കുകയാണ്. ഇപ്പൊ മാൽക്കം അവന്റെ പോക്കറ്റിൽ നിന്നും ഈ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് മാതിരി ഒരു സാധനം എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വിളക്കാണ്. ഇത് കപ്പലുണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റിയതാണ്. ഈ വിളക്ക് ഒരിക്കലും തുടയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണോ അങ്ങനെ പറയുന്നത്? എന്തായാലും ഒന്ന് തുടച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു വിളക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കുകയാണ്. എന്നാൽ ഇവന് ഈ ഒരു വിളക്ക് തുടച്ച അതേ സമയത്ത് തന്നെ ഈ ഒരു വിളക്കിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് മണൽ ഇപ്പൊ പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മണല് വലിയൊരു ഭൂതമായിട്ട് മാറുന്നുണ്ട്. ഈ ഭൂതം വിളക്കിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു. അത് പുറത്തു വന്ന ഉടനെ തന്നെ ദേഷ്യം പിടിച്ചിട്ട് കണ്ണി കണ്ട ആളുകളെ മുഴുവനും അടിച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഫൈനസ്റ്റിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവന്റെ ശക്തി യൂസ് ചെയ്തിട്ട് അവനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പലകയൊക്കെ ഇപ്പൊ പൊളിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭൂതത്തോട് ഫൈറ്റ് ചെയ്യാനായിട്ട് എണീറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാബായാഗ ഭൂതം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവന് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നോക്കിയിട്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പലക വെച്ചിട്ട് ഈ ഒരു ഭൂതത്തിന്റെ തലമണ്ടയ്ക്ക് തന്നെ അടിക്കുകയാണ്. നല്ല ഹെവി പവറിലാണ് നമ്മുടെ മച്ചാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂതം തെറിച്ചു പോയിട്ട് കപ്പൽ തട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്തിട്ട് ഭൂതത്തിന്റെ നേരെ ഇങ്ങനെ ആഞ്ഞു വെട്ടാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇവന് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് അങ്ങനെ എങ്ങനെയായിട്ട് ഇവൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭൂതത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവന് കണ്ണ് കാണില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫൈനസ്റ്റിനെ ഇപ്പൊ ബാക്കിൽ കൂടെ ഭൂതം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഭൂതം ഇപ്പോ പിന്നൊന്ന് കുത്തുന്ന ഈ ഒരു പരിപാടി കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഫൈനസ്റ്റ് ഭൂതത്തിന്റെ അടി കൊണ്ടിട്ട് ഇപ്പൊ ബോധം കെട്ട് വീണ്ടും നിലത്തേക്ക് വീഴുകയാണ്. ഫൈനസ്റ്റിനെ സൈഡാക്കിയതിനു ശേഷം
ശേഷം ഭൂതം നേരെ പോയത് നമ്മുടെ മാൽക്കത്തിന്റെ അടുത്തേക്കായിരുന്നു. മാൽക്കത്തിനെ അടിക്കാൻ വന്ന അതേ സമയത്ത് തന്നെ മാൽക്കം പറയാണ്, ഈ വിളക്കിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടത് ഞാനാണ്. എന്നെ തന്നെ നീ ആക്രമിക്കാനായിട്ട് പോവാണോ? എനിക്കിപ്പോ നീ എങ്ങനെയെങ്കിലും ഈ ഒരു വിളക്കിന്റെ ഉള്ളിലേക്ക് എന്നെ തിരിച്ചു പോയാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ വിളക്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിളക്ക് തുടയ്ക്കുന്ന ആള് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂതം അതുപോലെ തന്നെ കേൾക്കും. അതുകൊണ്ട് തന്നെ ഭൂതം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു വിളക്കിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കയറി പോവാണ്. ഇപ്പൊ നമ്മുടെ ബാബായൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് മാൽക്കത്തിനോട് പറയുന്നുണ്ട്, ഈ വിളക്ക് നിന്റെ കൈ കിട്ടിയില്ലേ, നമുക്ക് സുഖമായിട്ട് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവാം. വിളക്ക് തുടച്ചിട്ട് ഭൂതത്തോട് പറഞ്ഞാൽ മതി നമ്മളെല്ലാരും നാട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട്. ഭൂതം അതുപോലെ തന്നെ കേട്ടോളും എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മാൽക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വിളക്ക് തുടയ്ക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു പൈററ്റ് നമ്മുടെ മാൽക്കത്തിന്റെ കഴുത്തിലേക്ക് തന്നെ കത്തി വെക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലാമ്പ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ മാൽക്കത്തിനെയും അവിടെ പൂട്ടിയിട്ടിട്ട് പൈററ്റ്സ് കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു കപ്പല് മെല്ലെ മെല്ലെ അറേബ്യ എത്തിയിട്ടുണ്ട്. കപ്പൽ അങ്ങനെ അറേബ്യയിൽ എത്തി അതേ സമയത്ത് തന്നെ ഈ കപ്പലിലുണ്ടായിരുന്ന എല്ലാരെയും പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാൽക്കത്തിനെയും ബാബായാഗയെയും ഫൈനസ്റ്റിനെയും ഇപ്പൊ ഒരു ചക്രത്തിൽ അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരാള് ഇവരെ വിൽക്കാനായിട്ട് ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതേ സമയത്ത് തന്നെ ഒരുപാട് പൈസക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ 3 പേരെയും വലിയ തുക കൊടുത്ത് വാങ്ങാണ്. അങ്ങനെ ഈ ഒരു സയന്റിസ്റ്റ് ഇവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഒട്ടക്കപ്പുറത്ത് പോകുമായിരുന്നു. ഇപ്പൊ ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും നമ്മുടെ സയന്റിസ്റ്റിനെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അയാള് ഈ ഒരു നാട്ടില് ഭയങ്കര ഫേമസ് ആണെന്നാണ് തോന്നുന്നത്. ഇയാൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവന്റെ പേര് അലി എന്നാണ്. അലി അവന്റെ ഒട്ടകമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. എന്നാൽ പോകുന്ന സമയത്ത് അലിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഒട്ടകം നമ്മുടെ ബാബായാഗയോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഒട്ടകൊക്കെ നമ്മളോട് സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ ബാബായാഗ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഒട്ടകം തന്നെ അതിന് മറുപടി പറയാണ്, ഈ നിൽക്കുന്ന അലീനെ കണ്ടോ, അവനാണ് ഞാൻ, അതായത് അവനാണ് എന്റെ ശരീരം. ഈ അലിയുടെ രൂപത്തിന് സംസാരിക്കാനായിട്ട് കഴിയില്ല, കാരണം ഒട്ടകത്തിന്റെ ബ്രെയിൻ ആണ് അവനുള്ളത്. ഒരു മന്ത്രവാദിയുടെ ശാപം കാരണമാണ് ഞങ്ങളുടെ രണ്ടുപേരെയും സോൾസ് മാറിപ്പോയത് എന്നിങ്ങനെ ഈ ഒരു ഒട്ടകം പറയുന്നുണ്ട്. അങ്ങനെ അവർ നടന്നിട്ട് ഒരു വലിയ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സയന്റിസ്റ്റിന്റെ കൊട്ടാരം. ഈ ഒരു കൊട്ടാരത്തിലെത്തിയ അതേ സമയത്ത് തന്നെ അയാൾ പറയാണ്, എനിക്ക് ഈ ഒരു അടിമക്കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഇനി മുതൽ നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ കൊടുത്തിട്ട് നിങ്ങളെ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോവാം, ഞാൻ നിങ്ങളെ തടയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇവർക്ക് 3 പേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സയന്റിസ്റ്റിനോട് എല്ലാവരും നന്ദി പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ട് ആമയുടെ രൂപത്തിലുള്ള റോബോട്ടുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോ മാൽക്കം വളരെ അത്ഭുതത്തോടെ നമ്മുടെ സയന്റിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് മാജിക് ആണ് എന്നുള്ളത്. ഇപ്പൊ സയന്റിസ്റ്റ് പറയാണ്, ഇത് മാജിക് ഒന്നുമില്ല, ഇതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു മാജിക്കിലൊന്നും വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കുന്നത് സയൻസിനെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ഫൈനസ്റ്റും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരും ഇതുവരെ കഴിക്കാത്ത അത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു ഈ ഒരു വിരുന്നിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെ അവർ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സയന്റിസ്റ്റ് വന്നിട്ട് അയാളുടെ ലാബ് കാണിക്കാനായിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇയാള് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ സയന്റിസ്റ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുള്ള ലിക്വിഡ് ഈ സയന്റിസ്റ്റ് കയ്യിലെടുത്തിട്ട് എല്ലാരും കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വയസ്സായി എന്നുള്ളത്? എനിക്കിപ്പോ 960 വയസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടാ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ എല്ലാരും ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. സയന്റിസ്റ്റ് പറയാണ്, ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് കുടിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും യങ്ങായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിക്വിഡ് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജെല്ലി ഫിഷുകളുടെ ശരീരത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു തരം പ്രത്യേക ലിക്വിഡ് ആണിത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അയാൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രൊജക്ടറിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ബാബായാഗ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവരും ഇതുപോലുള്ള ഒരു മരുന്നാണല്ലോ തപ്പിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോകുന്നതിന് മുന്നേ ഈ ഒരു ലിക്വിഡ് അടിച്ചു മാറ്റണമെന്ന് ഇപ്പൊ ബാബായാഗ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഫൈനസ്റ്റിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ തപ്പി തെരഞ്ഞിട്ട് ഒരു ബോക്സിൽ നിന്നും ചെറിയൊരു കിരീടം എടുക്കുന്നുണ്ട്. ഈ ഒരു കിരീടം നമ്മുടെ ഫൈനസ്റ്റിന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ കിരീടത്തിന്റെ 2 സൈഡിൽ നിന്നും ചെറിയ ലെൻസുകൾ വന്നിട്ട് അവന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കണ്ണിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള പല ലെൻസുകളും ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കുകയാണ്. അവസാനം നമ്മുടെ ഹീറോയുടെ കണ്ണിന് പറ്റുന്ന അതേ ഒരു ലെൻസ് വന്നിട്ട് ഇവന്റെ കണ്ണിന് മുന്നിലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ മെല്ലെ മെല്ലെ ഫൈനസ്റ്റിന് അവന്റെ ആ ഒരു കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട്. അവനിപ്പോ പറയാണ്, എനിക്കെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. ഹീറോയ്ക്ക് ഇപ്പൊ നല്ല സന്തോഷമാവുന്നുണ്ട്. അവൻ നേരെ പോയിട്ട് ഈ ഒരു സയന്റിസ്റ്റിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യും. ഇപ്പോ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കപ്പലിൽ വെച്ചിട്ട് മാൽക്കം കാണിച്ചിട്ടുള്ള ആ ഒരു ഭൂതത്തിന് ഇട്ട് വെച്ചിട്ടുള്ള വിളക്കപ്പോ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു വിളക്ക് കണ്ടപ്പോ തന്നെ നമ്മുടെ ബാബായാഗ ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് പുറത്തെടുത്തേ എന്നിങ്ങനെ പേടിച്ചുറച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോ മാൽക്കാണെന്നുണ്ടെങ്കിൽ പേടിച്ചു വരച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ സയന്റിസ്റ്റ് പറയുന്നുണ്ട്, ഈ ഒരു വിളക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിനുള്ളിലെ ഭൂതം വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം എത്ര ശക്തിയുള്ള മാജിക്കൽ ക്രീച്ചേഴ്സ് ആണെങ്കിലും അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് കരുത്തുള്ള ഒരു ഡിവൈസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ആ ഒരു വിളക്ക് നമ്മുടെ സയന്റിസ്റ്റ് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ വിളക്കിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഭൂതം പുറത്തേക്ക് വരികയാണ്. ഇപ്പോ ആ ഒരു ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഭൂതം വിളക്കിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നിട്ട് ഇങ്ങനെ വലുതായി വരുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിന്റെ ഉള്ളിൽ നിന്നും ഒരു ഫാന് പോലുള്ള ഒരു സാധനം അത് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഈ ഒരു ഭൂതത്തിനെ മൊത്തമായിട്ട് സക്ക് ചെയ്തിട്ട് ഈ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ആ ഒരു ഭൂതത്തിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ്.
എത്ര വലിയ മാജിക്കൽ ക്രീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു മിഷന്റെ മുന്നിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. സയന്റിസ്റ്റ് ഇപ്പൊ പറയാണ്, എനിക്ക് മാജിക്കലൊന്നും വിശ്വാസമല്ല, എനിക്ക് വിശ്വാസമുള്ളത് സയൻസിൽ മാത്രമാണ്. സയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ മനുഷ്യന്മാരെ ഇങ്ങനെ അടിമകളാക്കി വെച്ചിട്ട് എന്തിനാണ് വെറുതെ നമ്മുടെ ജോലികളൊക്കെ എടുത്ത് കഷ്ടപ്പെടുത്തുന്നത്? അതിന് പകരമായിട്ട് സയൻസ് വഴി ചെറിയ ചെറിയ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ജോലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അത്ഭുതത്തോടെ ഈ ഒരു സയന്റിസ്റ്റിനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ടേബിളിൽ തണ്ണിമത്തൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാൽക്കം പോയിട്ട് ആ ഒരു തണ്ണിമത്തൻ എടുത്തിട്ട് പ്ലക്ക് പ്ലക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ തണ്ണിമത്തൻ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നുണ്ട്. അവൻ കഴിച്ചിട്ടുള്ള തണ്ണിമത്തന്റെ അത്രയും കുരുക്കൾ ഇപ്പൊ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മുഴുവനും കൊണ്ടിട്ട് നമ്മുടെ ബാബായാഗയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മൾ നാട്ടിലെത്തുന്ന സമയത്ത് ഈ കുരുക്കളൊക്കെ അവിടെ നടാം, എന്നിട്ട് നമ്മുടെ നാട്ടില് ഈ ഒരു തണ്ണിമത്തൻ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ ബാബയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാബയ്ക്കും നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതമായിട്ട് ഈ തണ്ണിമത്തന്റെ കുരുക്കള് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന അലീനെ കണ്ടിട്ട് നമ്മുടെ ബാബായാഗയ്ക്ക് ചെറിയൊരു ക്രഷൊക്കെ അടിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി അലീന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഇവന്റെ ശരിക്കും ആത്മാവുള്ള ആ ഒരു ഒട്ടകത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സയന്റിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോബോട്ട് പക്ഷി അങ്ങോട്ടേക്ക് പറന്നു വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കിലടിച്ചിട്ട് അത് താഴേക്ക് വീഴാണ്. നമ്മുടെ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പക്ഷിനെ പോയി എടുക്കുന്നുണ്ട്. ഇപ്പോ അതിന്റെ ഉള്ളിൽ നിന്നും ചെറിയൊരു കുറിപ്പ് നമ്മുടെ സയന്റിസ്റ്റിന് കിട്ടുന്നുണ്ട്. സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറിപ്പ് തുറന്ന് വായിച്ചു നോക്കുകയാണ്. ഈ ഒരു കുറിപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സയന്റിസ്റ്റിന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അയാള് ടെൻഷനായിട്ട് ആ ഒരു കുറിപ്പ് തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നുള്ളത്. ഇപ്പൊ സയന്റിസ്റ്റ് പറയാണ്, നമ്മുടെ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് ഒരു മോൺസ്റ്റർ ഇറങ്ങാറുണ്ട്. ഞങ്ങള് ഒരുപാട് ശ്രമിച്ചതാണ് ആ ഒരു മോൺസ്റ്ററിനെ പിടിക്കാനായിട്ട്, പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറെ കാലങ്ങളായിട്ട് വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ആ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ആൾക്കാർ ഈ ഒരു കുറിപ്പിൽ എഴുതി അയച്ചിട്ടുള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സയന്റിസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഫൈനസ്റ്റ് പറയാണ്, എന്റെ കാഴ്ചശക്തി തിരിച്ചു തന്നതിന് എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ കറക്റ്റ് ആയിട്ട് ഒരു അവസരം വീണ് കിട്ടിയതാണ്. ഞാൻ എന്റെ നാട്ടില് ഇങ്ങനത്തെ മോൺസ്റ്റേഴ്സിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മോൺസ്റ്ററിനെ നശിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റ് പറയാണ്, ഇത് സാധാരണ മോൺസ്റ്റർ ഒന്നുമല്ല, ഇത് കുറച്ച് കൂടിയതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. ചില ആൾക്കാർ പറയുന്നത് അതിനെ കാണാൻ പാമ്പിനെ പോലെ ഉണ്ടെന്നാണ്, ചില ആൾക്കാർ പറയുന്നത് അതിനെ കാണാൻ സിംഹത്തിനെ പോലെ ഉണ്ടെന്നാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഫൈനൽസിന് മനസ്സിലായി പണ്ട് ഇവന്റെ കണ്ണ് കളഞ്ഞിട്ടുള്ള അതേ മോൺസ്റ്റർ തന്നെയാണ് ഇത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും അവിടേക്ക് പോകണമെന്ന് നമ്മുടെ ഹീറോ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ബാബയ്ക്ക് മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. യൗവനം നിലനിർത്തുന്ന ആ ഒരു സൊല്യൂഷൻ അത് അടിച്ചു മാറ്റാനായിട്ട് അവരിപ്പോ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഭൂതത്തിനെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു മിഷ്യൻ വന്നിട്ട് നമ്മുടെ ബാബായാഗിനെയും അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്നതായിട്ട് ബാബ സ്വപ്നം കാണുകയാണ്. ഇത് കണ്ടിട്ട് അവർ ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു സൊല്യൂഷൻ അടിച്ചു മാറ്റുന്ന കാര്യം അവർക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലാബിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പമ്മി പോവാണ്. അങ്ങനെ പോയിട്ട് ലാബിൽ എത്തുന്നുണ്ട്. ആ ഒരു സൊല്യൂഷന്റെ കുപ്പി എടുത്ത അതേ സമയത്ത് തന്നെ നമ്മുടെ സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഭാമയമ്മച്ചി ഇയാളുടെ മുന്നിൽ പെട്ടു. ഇപ്പൊ സയന്റിസ്റ്റ് നീ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയാണ്, അത് പിന്നെ ഈ ഒരു കെമിസ്ട്രിയും ബയോളജി അങ്ങനത്തെ ബുക്കും എല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ വന്നതാ, എനിക്ക് ഈ ഒരു സംഭവത്തിലൊക്കെ ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റ് പറയാണ്, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് നേരിട്ട് നീ എന്നോട് ചോദിക്കേ, അത് ഞാൻ നിനക്ക് തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഈ ഒരു മോൺസ്റ്ററിനെ പിടിക്കാനായിട്ട് പോവാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സയന്റിസ്റ്റ് ഇപ്പൊ അവരെ വിളിച്ചിട്ട് വലിയൊരു ബോളിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ ഒരു ബോളിന്റെ അകത്ത് കയറിയിട്ടാണ് ആ ഒരു മോൺസ്റ്ററുള്ള ഭാഗത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. ഇത് വെറും ഒരു ബോളല്ല, ഇത് പറക്കുന്ന ബോളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര അതിശയാവുന്നുണ്ട്. സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ്, എനിക്ക് ആ ഒരു മോൺസ്റ്ററിനെ ജീവനോടെ തന്നെ വേണം, അപ്പോ അതിനെ ഇട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പെട്ടി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പെട്ടി നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടി കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോ കിടന്ന് ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റിനോട് പറയാണ്, ആ ഒരു മോൺസ്റ്ററിനൊക്കെ ജീവനോടെ പിടിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പെട്ടിന്റെ ഉള്ളിൽ എങ്ങനെ ഇട്ടിട്ട് വരാ, അതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുപ്പമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സയന്റിസ്റ്റ് ഇപ്പോ ഈ ഒരു പെട്ടിയുടെ നടുക്കായിട്ട് ഒരു സ്വിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ആ മോൺസ്റ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ പെട്ടിയുടെ നടുക്കുള്ള ഈ ഒരു സ്വിച്ച് നിങ്ങൾ ഞെക്കിയാൽ മതി, ബാക്കിയൊക്കെ ഈ ഒരു പെട്ടിയെ നോക്കിക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്കായിട്ട് അവന്റെ ആയുധത്തില് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നേക്കാണ്. അതെങ്ങനെയാ വർക്ക് ചെയ്യാന്നൊക്കെ നമ്മുടെ ഹീറോയോട് സയന്റിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആയുധത്തിന്റെ കൈപ്പിടിയുടെ ഭാഗത്ത് ഒരു പുതിയ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ചിൽ ഞെക്കുന്ന സമയത്ത് അതിന്റെ അറ്റത്തുള്ള മുള്ളുകളുള്ള ആ ഒരു ബോള് അതിപ്പോ ദൂരേക്ക് തെറിച്ചു പോകും. വീണ്ടും ഒന്നുകൂടെ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾ വീണ്ടും ആയുധത്തിൽ തന്നെ വന്ന് ഫിറ്റ് ആയിട്ട് നിൽക്കും. ഈ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. സയന്റിസ്റ്റ് ഇപ്പോ എല്ലാരും വിളിച്ചിട്ട് ആ ഒരു ബോളിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് വാതിലടച്ചിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കയറ് കട്ട് ചെയ്യാണ്. ഈ ഒരു ബോള് ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ആകാശത്തെത്തി അതേ സമയത്ത് തന്നെ ഈ ഒരു ബോളിന്റെ മുകളിലുണ്ടായിരുന്ന പങ്ക ഇങ്ങനെ സ്പീഡിൽ കറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മോൺസ്റ്ററിലെ ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് ഈ ഒരു ബോള് പറന്നെത്താണ്. ഈ ബോള് അവിടെ ഇടിച്ചിറങ്ങുന്നുണ്ട്. ബോളിന്റെ ഉള്ളിൽ നിന്നും ഫുൾ ടീം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇവരുടെ കൂടെ അലിയും ആ ഒരു ഒട്ടകവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ഇവര് ഈ ഒരു മോൺസ്റ്റർ ഉള്ള ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ പോയിട്ട് ഒരു ഗുഹയുടെ മുന്നിൽ ഇവർ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി മോൺസ്റ്റർ ഗുഹയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗുഹയുടെ മുന്നിലായിട്ട് ഈ ഒരു പെട്ടി കൊണ്ട് വെക്കുകയാണ്. ഹീറോ ഇപ്പൊ
ബാബയോട് പറയുന്നുണ്ട്, ഞാൻ അകത്ത് പോയിട്ട് ആ ഒരു മോൺസ്റ്ററിനെ ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അത് പുറത്തു വരുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു സ്വിച്ച് ഞെക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ മെല്ലെ അവന്റെ ആയുധമായിട്ട് ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മോൺസ്റ്റർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇവന്റെ കയ്യിലുള്ള ഈ ഒരു പുതിയ ആയുധം വെച്ചിട്ട് ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ മോൺസ്റ്റർ എങ്ങനെയൊക്കെയോ ഇവന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ അവിടെ വെച്ചിട്ട് മോൺസ്റ്ററുമായിട്ട് വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോ മോൺസ്റ്ററിനെ അടിച്ചിട്ട് ഇവന്റെ കയ്യിലുള്ള ആ ഒരു ആയുധം യൂസ് ചെയ്തിട്ട് അവനിപ്പോ സൂപ്പർമാനെ പോലെ പുറത്തേക്ക് ഇങ്ങനെ പറന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മോൺസ്റ്ററിന് അവന്റെ അടുത്ത് നല്ല രീതിയിലുള്ള പകയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പുറത്തേക്ക് പോയതിന്റെ പുറകെ ഇവനെ പിടിക്കാനായിട്ട് ആ ഒരു മോൺസ്റ്ററും പുറത്തേക്ക് വരികയാണ്. ഈ ഒരു സമയത്ത് ബാബ പോയിട്ട് ഈ പെട്ടിയുടെ സ്വിച്ച് ചെക്കിയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മോൺസ്റ്റർ ഇപ്പോ ചാടിയിട്ട് ഈ ഒരു പെട്ടിയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോനെ ആക്രമിക്കാനായിട്ട് അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചാടുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് മോൺസ്റ്റർ ചാടി അതേ സമയത്ത് തന്നെ നമ്മുടെ മാൽക്കം പോയിട്ട് ആ ഒരു പെട്ടി ആക്ടിവേറ്റ് ചെയ്യാണ്. ഇപ്പൊ പെട്ടി തുറന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ചങ്ങലകള് ഈ ഒരു മോൺസ്റ്ററിന്റെ ദേഹത്തേക്ക് വന്നിട്ട് ചുറ്റി വരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാക്കിയിട്ട് ഈ പെട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഇപ്പോ പെട്ടി ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു മോൺസ്റ്ററിനെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മോൺസ്റ്ററിനെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വലിയ പെട്ടി ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടി വെച്ചിട്ട് ഇവര് തിരിച്ചു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് മുഴുവനായിട്ടും നടന്നിട്ട് തന്നെ വേണം പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവര് മെല്ലെ മെല്ലെ നടന്ന് ഇപ്പൊ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് നടന്ന് രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ യാത്രയൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു തീയൊക്കെ കൂട്ടിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ക്രീച്ചറിനെ ഇട്ട് വെച്ചിട്ടുള്ള ബോക്സിന്റെ ഉള്ളിൽ നിന്നും ഒരു മൂളിപ്പാട്ട് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ബോക്സ് മെല്ലെ തുറന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഈ ഒരു മോൺസ്റ്ററിനെ ആക്രമിക്കാനായിട്ട് അന്ന് ആ ഒരു കൊട്ടാരത്തിൽ പോയ സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഈ ഒരു ബോക്സിന്റെ ഉള്ളിലിരിക്കുന്നത് അവനിങ്ങനെ കാണുകയാണ്. ഇപ്പോ അവളുടെ അടുത്ത് നീ എങ്ങനെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പുറത്തേക്ക് വന്നു പറഞ്ഞിട്ട് അവൾ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബാബായാഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് മണ്ടത്തരം കാണിക്കുന്നത്, ആ ഒരു ബോക്സ് അടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് അടയ്ക്കുന്നുണ്ട്. ബാബ ഇപ്പോ അവനോട് പറയാണ്, എടാ ആ ഒരു പെണ്ണ് തന്നെയാണ് ഈ ഒരു മോൺസ്റ്റർ, നീ ഈ ഒരു വെയർവൂൾഫിനെ പറ്റിയിട്ടൊന്നും കേട്ടിട്ടില്ലേ, അതുപോലെ കഴിവുള്ള ഒരു മോൺസ്റ്റർ ആണത്, അതുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവരണ്ട എന്നിങ്ങനെ പറയാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാതെ ആ ഒരു പെട്ടീന്റെ മുകളിൽ കയറിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവളുടെ നേരെ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാബ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോനെ ഈ ഒരു പെട്ടീന്റെ ഉള്ളിലേക്ക് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെട്ടി അടയ്ക്കുകയാണ്. ഇപ്പൊ പെട്ടീന്റെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു വിടവയ്ക്കൂടെ നോക്കിയിട്ട് നമ്മുടെ ബാബ വിളിച്ചു പറയാണ്, ഈ ഒരു മോൺസ്റ്ററിനെ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വയസ്സാവാതിരിക്കാനുള്ള ആ ഒരു ലിക്വിഡ് നമ്മുടെ സയന്റിസ്റ്റ് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്നിങ്ങനെ പറയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ ഇവർ പെട്ടിയും നോക്കിയിട്ട് വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ബോക്സിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മോൺസ്റ്റർ ലേഡിയോട് നമ്മുടെ മച്ചാന് ചെറിയൊരു ക്രഷൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇവര് സംസാരിച്ചിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോ ഇവര് നടന്നിട്ട് നമ്മുടെ സയന്റിസ്റ്റിന്റെ ആ ഒരു വലിയ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പൊ മാൽക്കോം ബാബയാഗയും കൂടിയിട്ട് നമ്മുടെ സയന്റിസ്റ്റിന്റെ ആ ഒരു ലാബിലേക്ക് വരികയാണ്. വന്നു നോക്കുന്ന സമയത്ത് ബാബയാഗ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ഇവരുടെ ഒരു മാന്ത്രിക ശക്തിയുള്ള തുണി അത് നമ്മുടെ സയന്റിസ്റ്റ് എടുത്തിട്ട് ഭൂതത്തിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മിഷന്റെ ചോട്ടിൽ കൊണ്ടുവെക്കുകയാണ്. ഇപ്പോ അതിന്റെ ഉള്ളിലുള്ള മാജിക്കൽ പവറൊക്കെ ഈ ഒരു മിഷന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു മാജിക്കൽ പവറൊക്കെ ഇപ്പോ മാജിക്കൽ ലിക്വിഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് നേരെ എടുത്തിട്ട് ഇയാളുടെ ആ ഒരു ആമ റോബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച അതേ സമയത്ത് തന്നെ ഈ ഒരു റോബോട്ട് മുകളിലേക്ക് മെല്ലെ ഇങ്ങനെ പൊന്തി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഈ റോബോട്ട്സ് വർക്ക് ചെയ്യുന്നത് സയൻസും അല്ല ഒരു തേങ്ങാകൊലയല്ല, ഈ ഒരു മാജിക്കൽ ലിക്വിഡ് വെച്ചിട്ടാണ്. അത് മാത്രമല്ല ഇയാൾ പടച്ചുവിട്ടിട്ടുള്ള എല്ലാ സാധനത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു മാജിക്കൽ ലിക്വിഡ് ആണ്. ഈ ലിക്വിഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മോൺസ്റ്ററിനെ ജീവനോടെ തന്നെ പിടിച്ചുകൊണ്ടിരണമെന്ന് നമ്മുടെ ഹീറോയോട് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ നാട്ടിലേക്ക് ആ ഒരു കൊള്ളക്കാരെ അയച്ചതും നമ്മുടെ സയന്റിസ്റ്റ് തന്നെയാണ്. അയാളാണ് ഈ ഒരു പടത്തിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബാബായാഗ ഓടി വന്നിട്ട് അവള് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ടപ്പോ തന്നെ ഹീറോയ്ക്ക് ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോ സയന്റിസ്റ്റിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തന്നെ നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ സയന്റിസ്റ്റിന്റെ ഒരുപാട് പടയാളികൾ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താണ്. പടയാളികൾ മാത്രമല്ല ഒരുപാട് ആമ റോബോട്ടുകളും ഇപ്പോ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ട് നമ്മുടെ ഹീറോയിനെ ടീമിനെ ഇങ്ങനെ വളയാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന റോബോട്ടുകളുടെ ഉള്ളിൽ നിന്നും ഒരുപാട് ചങ്ങലകൾ വന്നിട്ട് ഹീറോയിനെ ടീമിന്റെ മേത്തേക്ക് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാരും തന്നെ ആ ഒരു ചങ്ങലയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ബാബയാഗയുടെ ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഒട്ടകം ഇവരെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന അലി ഈ ഒരു ഒട്ടകത്തിന്റെ കഴുത്ത് നോക്കി വിട്ടാണ്. നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളില് ഒരുപാട് മെക്കാനിക്കൽ പാർട്സ് കാണാണ്. അതായത് സയന്റിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോബോട്ടാണ് ഈ ഒരു ഒട്ടകം. ഒട്ടകത്തിന്റെയും അലിയുടെയും ആത്മാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നൊക്കെ ഇവർ ചുമ്മാ അടിച്ചു വിട്ടിട്ടുള്ള ഒരു കഥയായിരുന്നു. എന്നാൽ ഇതേ സമയത്താണ് സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാൽക്കം സയന്റിസ്റ്റിന്റെ കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ഈ ഒരു സയന്റിസ്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയായിരുന്നു. അവനിപ്പോ സയന്റിസ്റ്റിന്റെ ടീമിന്റെ കൂടെ അവിടെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സയന്റിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ജയന്റ് മിഷൻ
ഈ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ലേഡിയുടെ നേരെ തിരിക്കുന്നുണ്ട്. അത് അവളുടെ ഉള്ളിലുള്ള ആ ഒരു മാജിക്കൽ പവേഴ്സിനെ ഇങ്ങനെ സക്ക് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. അവൾക്ക് ആ ഒരു വേദന സഹിക്കാതെ കിടന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ എല്ലാവരുടെയും മേത്ത് ചുറ്റി വെച്ചിട്ടുള്ള 1-2 ചങ്ങലകള് നമ്മുടെ ഹീറോ വലിച്ചിളക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ മോൺസ്റ്റർ ലേഡി അവളിപ്പോ സിംഹത്തിന്റെ രൂപത്തിലുള്ള ആ ഒരു മോൺസ്റ്റർ ആയിരിക്കുകയാണ്. ഈ ഒരു ചങ്ങല പിടിച്ചുകൊണ്ട് നിന്നിട്ടുള്ള എല്ലാ പടയാളികളെയും തന്നെ അവൾ അടിച്ചു തൂക്കുന്നുണ്ട്. എന്നിട്ട് അതിവേഗം ഈ ഒരു കൊട്ടാരത്തിന്റെ മതിൽ ചാടി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഹീറോയും ബാബായാഗയും കൂടിയിട്ട് പുറത്തേക്ക് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സയന്റിസ്റ്റിന്റെ ഒരുപാട് പടയാളികള് വാളൊക്കെ ആയിട്ട് ഇവരുടെ പുറകെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഫൈനസ്റ്റ് ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചിട്ട് ഈ വന്ന ആൾക്കാരെ മുഴുവനും അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാബായാഗയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാൽക്കം കൊടുത്തിട്ടുള്ള തണ്ണിമത്തന്റെ കുരുക്കള് ഇപ്പൊ പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പെല്ല് ചെയ്തിട്ട് ആകാശത്തേക്ക് വലിച്ചെറിയാണ്. ഈ വിത്തുകളെല്ലാം ആകാശത്തെത്തിയ അതേ സമയത്ത് തന്നെ അത് പൂർണ്ണ രൂപത്തിൽ വളർന്നിട്ടുള്ള തണ്ണിമത്തനായിട്ട് മാറുകയാണ്. ഇപ്പോ ആകാശത്തുനിന്ന് അത് പെരുമഴ പോലെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പുറകിലായിട്ട് ഓടി വന്നിരുന്ന ആ ഒരു പടയാളികളുടെ തലയിലേക്കാണ് ഈ ഒരു തണ്ണിമത്തന്റെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചക്ക വലിപ്പത്തിലുള്ള തണ്ണിമത്തൻ തലയിൽ വീണിട്ട് എല്ലാവരും കിളി പോയിട്ട് അവിടെ വീണ് കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടീംസ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നാൽ ഇപ്പൊ സയന്റിസ്റ്റിനെയും മാൽക്കത്തിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കൺട്രോൾ യൂണിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഇവർ പോകുന്നുണ്ട്. അവിടെ ഒരു ട്യൂബിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മാജിക്കൽ ലിക്വിഡ് നോക്കിയിട്ട് നമ്മുടെ മാൽക്കം സയന്റിസ്റ്റിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഈ ഒരു വലിയ റോബോട്ടിനെ ഓണാക്കാൻ മാത്രമുള്ള മാജിക്കൽ ലിക്വിഡ് ഇതിന്റെ അകത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു റോബോട്ട് ഇപ്പൊ ഓണാക്കുന്നതെന്ന് മാൽക്കം സയന്റിസ്റ്റിനോട് ചോദിക്കുകയാണ്. സയന്റിസ്റ്റ് പറയാണ്, ഇവരെ നമ്മൾ ഒന്നും ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പറ്റിയിട്ടുള്ള രഹസ്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും. അതോടെ കാലങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്റെ ഇമേജ് തകർന്നു പോകും എന്നിങ്ങനെ പറയാണ്. സയന്റിസ്റ്റ് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് ഓണാക്കാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഈ ഒരു കൊട്ടാരം തകർത്തുകൊണ്ട് അതിൽ നിന്നും വലിയ ഒരു ആമോ റോബോട്ട് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. ഈ ഒരു സമയത്തേക്കും ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ ഫൈനസ്റ്റും ബാബായോഗയും കൂടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ റോബോട്ടിനെ കൊണ്ട് നമ്മുടെ സയന്റിസ്റ്റ് ഇവരുടെ പുറകെ തന്നെ എത്തിയിട്ടുണ്ട്. സയന്റിസ്റ്റ് ഇപ്പോ 1-2 സ്വിച്ചുകൾ പിടിച്ച് ഞെക്കി കഴിഞ്ഞപ്പോ ഈ റോബോട്ടിന്റെ ചുറ്റുവശത്ത് ഉണ്ടായിരുന്ന 1-2 ഡോറുകൾ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു പീനങ്കിൽ നിന്നും ഉണ്ട വരുന്നത് പോലെ ഒരുപാട് ചെറിയ ചെറിയ ആമ റോബോട്ടുകൾ തെറിച്ച് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വീഴാണ്. ഈ ഒരു ആമ നിലത്ത് വീണ അതേ സമയത്ത് തന്നെ ഒരു ബോംബ് പോലെ ഇത് പൊട്ടി ചെതറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആമ ബോംബുകൾ ഇവരുടെ നേരെ നമ്മുടെ സയന്റിസ്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു ആമ മാത്രം തലതിരിഞ്ഞാണ് നിലത്തേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് പൊട്ടുന്നില്ല. ഈ ഒരു സമയത്ത് ഫൈനസ്റ്റ് ബാബായോഗനെ വിളിച്ച് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് റോബോട്ടിന്റെ മുകളിലിരിക്കുന്ന സയന്റിസ്റ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ട് ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ ബാബായാഗ ഈ ഒരു റോബോട്ടിന്റെ മുന്നിലായിട്ട് നിന്നുകൊണ്ട് ആ ഒരു മലയിലേക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് ഫൈനസ്റ്റ് വേറൊരു ഡയറക്ഷനിലേക്ക് പോവാണ്. എന്നാൽ സയന്റിസ്റ്റ് റോബോയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മിഷനെ പുറത്തെടുത്തിട്ട് നമ്മുടെ ബാബായാഗയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഒട്ടകത്തിന്റെ മാജിക്കൽ ആയിട്ടുള്ള പവർ മുഴുവനും ഇപ്പൊ ഇങ്ങനെ സക്ക് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഒട്ടകാണെന്നുണ്ടെങ്കിൽ ടയർഡായിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബാബായാഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു തണ്ണിമത്തന്റെ സീഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ സീഡിലേക്ക് സ്പെല്ലിട്ടിട്ട് ബാബായാഗ സീഡ് നേരെ ഈ ഒരു മിഷന്റെ സെന്ററിലേക്ക് തന്നെ എറിയാണ്. മിഷന്റെ സെന്ററിലെത്തി അതേ സമയത്ത് തന്നെ സീഡ് തണ്ണിമത്തനായിട്ട് മാറുന്നുണ്ട്. ഇപ്പോ ആ ഒരു മിഷൻ സ്റ്റക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ബാബായാഗ ഒട്ടകത്തിന്റെ മുഴുവൻ എനർജി പോകുന്നതിന് മുന്നേ അതിനെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സയന്റിസ്റ്റ് ഈ ഒരു മിഷന്റെ ഉള്ളിലിരിക്കുന്ന തണ്ണിമത്തനെ കുടഞ്ഞു കളയുന്നുണ്ട്. എന്നിട്ട് മിഷൻ ബാബായാഗയുടെ നേരെ തിരിക്കുകയാണ്. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മാജിക്കൽ എനർജി മുഴുവനും ഇപ്പോ ആ ഒരു മിഷൻ വെച്ചിട്ട് ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബായാഗയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു പവർ പോയതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വയസ്സാവുകയാണ്. എന്നാൽ ബാബയാഗേനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നമ്മുടെ മാൽക്കത്തിന് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു മിഷൻ ഓഫ് ആക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ച നമ്മുടെ സയന്റിസ്റ്റ് റോബോട്ടിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു വാതിൽ തുറന്നിട്ട് മാൽക്കത്തിനെ ചവിട്ടി ഇപ്പൊ പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫൈനസ്റ്റ് ഈ റോബോട്ടിന്റെ പിന്നിലെത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിലുള്ള ആ ഒരു വെപ്പൺ യൂസ് ചെയ്തിട്ട് ഈ റോബോട്ടിന്റെ മുകളിലേക്ക് അവനിങ്ങനെ വലിഞ്ഞു കയറുകയാണ്. റോബോട്ടിന്റെ മുകളിലെത്തി അതേ സമയത്ത് തന്നെ വില്ലനാണെന്നുണ്ടെങ്കിൽ ആ റോബോട്ടിന്റെ തല വെച്ചിട്ട് നമ്മുടെ ഫൈനസ്റ്റിനെ ഇടിക്കുന്നുണ്ട്. ഈ ഒരു ഇടി കിട്ടിയ സമയത്ത് തന്നെ ഫൈനസ്റ്റ് തെറിച്ചിട്ട് റോബോട്ടിന്റെ മുകളിലേക്ക് വീണ് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവന്റെ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണാടി നിലത്തേക്ക് വീണ് പോവാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കാഴ്ചശക്തി ഇപ്പൊ നഷ്ടപ്പെടുന്നുണ്ട്. റോബോട്ടിന്റെ തല ഇപ്പൊ ഇങ്ങനെ ചുറ്റും വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു തല ഇങ്ങനെ തിരിച്ചിട്ട് ഫൈനസിനെ ഇടിച്ച് നിലത്തിടാന്ന് നമ്മുടെ സയന്റിസ്റ്റ് വിചാരിക്കുകയാണ്. എന്നാൽ താഴെ നിൽക്കുന്നുണ്ടായിരുന്ന മാൽക്കവും ബാബയാഗയും കൂട്ടിയിട്ട് റൈറ്റിലേക്ക് മാറ്, ലെഫ്റ്റിലേക്ക് മാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആമയുടെ തലയിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ഇവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഫൈനസ്റ്റും ചെയ്യാണ്. ഫൈനസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു വെപ്പൺ ആമയുടെ തലഭാഗത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ആമയുടെ ബാക്ക് വശത്തോട് കൂർന്നിട്ട് ഫൈനസ്റ്റ് നിലത്തേക്ക് ചാടുകയാണ്. ഈ ഒരു വെപ്പണിലുണ്ടായിരുന്ന ചങ്ങലയുടെ ഒരു തല നമ്മുടെ ഫൈനസ്റ്റിന്റെ കയ്യിലുണ്ട്. ഇവനിപ്പോ ആ ഒരു ചങ്ങല പിടിച്ച് വലിച്ചിട്ട് ഈ റോബോട്ടിനെ മറിച്ചിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു മോൺസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ആമയുടെ ബേക്കിൽ നിന്നും ശക്തിയായിട്ട് ഇങ്ങനെ തള്ളുകയാണ്. താഴെ നിന്നിട്ട് ഫൈനസ്റ്റ് നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്. ഈ ഒരു മോൺസ്റ്ററും ഇതിനെ തള്ളി തഴയിടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവരുടെ ശക്തി എടുത്തിട്ട് ഒരുപാട് ശ്രമിച്ച സമയത്ത് ഈ ഒരു റോബോട്ട് തല കുത്തന നിലത്തേക്ക് വീഴാണ്. പക്ഷേ ഈ ഒരു റോബോട്ട് വീണത് നമ്മുടെ ഫൈനസ്റ്റിന്റെ മുകളിലേക്കായിരുന്നു. ഇപ്പൊ ഈ റോബോട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് മാജിക്കൽ ലിക്വിഡ്
ഇങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഒരു കുളം മാതിരി അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. ഇതേ സമയത്ത് സയന്റിസ്റ്റ് ഈ റോബോട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അവിടുന്ന് പറന്നു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള മാജിക്കൽ ലിക്വിഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ നേരെ താഴെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ ലിക്വിഡിലേക്ക് വീണ് പോവാണ്. ഇതേ സമയത്ത് തന്നെ മനുഷ്യരൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മോൺസ്റ്റർ ഫൈനസ്റ്റിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഒരുപാട് സങ്കടമാണ്. ഈ ഒരു സമയത്ത് അവളുടെ കണ്ണിൽ നിന്നും വീണിട്ടുള്ള ആ ഒരു കണ്ണീര് നമ്മുടെ ഫൈനസ്റ്റിന്റെ കണ്ണിലേക്ക് ആവാണ്. ഈ ഒരു കണ്ണീര് അവന്റെ കണ്ണിൽ വീണ അതേ സമയത്ത് തന്നെ അവനിപ്പോ കണ്ണ് തുറക്കുന്നുണ്ട്. ഇവൻ എണീറ്റ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു മോൺസ്റ്റർ ലേഡിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവളുടെ കണ്ണീര് അവന്റെ കണ്ണിലായതോടെ നമ്മുടെ ഫൈനസ്റ്റിന് കാഴ്ചയും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹത്തോടെ നോക്കിയിട്ട് പരസ്പരം ചുംബിക്കുകയാണ്. ഫൈനസ്റ്റ് ഇപ്പൊ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഏത് മന്ത്രവാദിനിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്? ആരാണെങ്കിലും അവരെ വധിച്ചിട്ട് ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് പറയാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, ഞാൻ ശരിക്കും ഒരു മൃഗമാണ്. മനുഷ്യന്റെ രൂപത്തിലാവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫൈനസ്റ്റും ബാബായാഗയും മാൽക്കവും ആ ഒരു ഒട്ടവും കൂടിയിട്ട് ഇവരുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് മുഴുവനും അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെ നമ്മുടെ ഫൈനസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അവൻ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇവര് ടീമായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ഫൈനസ്റ്റ് പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനസ്റ്റിനെയും മറ്റുള്ളവരെയും അവർ ഒരുപാട് പ്രശംസിക്കുകയാണ്. ഈ ഒരു ഒട്ടകത്തിനെ മനുഷ്യനാക്കാനായിട്ടുള്ള എന്തെങ്കിലും മാജിക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാബയാഗ അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പരതുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഫൈനസ്റ്റിന്റെ ആ ഒരു മോൺസ്റ്റർ ലേഡി ശരിക്കും മനുഷ്യനാണെന്നുള്ളത് ഈ ഒരു ബുക്കിൽ നിന്നും ബാബയാഗയ്ക്ക് മനസ്സിലാവുന്നത്. അവര് നേരെ ഈ ഒരു ബുക്കുമായിട്ട് ഫൈനസ്റ്റിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവളെ ആ ഒരു ശാപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഫൈനസ്റ്റ് പുറപ്പെടുന്ന ഈ ഒരു സീനും കാണിച്ചിട്ട് ഫൈനസ്റ്റ് ദ ഫസ്റ്റ് വാരിയർ എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടുകയല്ലേ. അപ്പൊ നമ്മളിനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.